ഇന്നൊരു സൺഡേ ആണ് കേട്ടോ. ഒരു വീക്കിൽ 7 ദിവസത്തിൽ 6 ദിവസം സ്കൂളുണ്ട്. എന്നാൽ സൺഡേയിൽ ഒന്ന് ലേറ്റായിട്ട് എണീക്കാം, ലേറ്റായിട്ടൊരു ദിവസമൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കില്ല കേട്ടോ. ഈ സൺഡേ ആണ് നമുക്ക് ട്യൂഷനും ഡാൻസ് ക്ലാസ്സും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വേറെയും കുറേ കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ ഞാനൊരു മോർണിംഗ് പേഴ്സണേ അല്ല കേട്ടോ. എനിക്ക് രാവിലെയുള്ള സമയങ്ങളിൽ എല്ലാ കാര്യങ്ങളും സ്ലോ ആയിട്ടും ലേസി ആയിട്ടൊക്കെയാണ് ചെയ്യാൻ പറ്റുള്ളൂ. അന്ന് രാത്രി എത്ര ഉറക്കം കളഞ്ഞിട്ട് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റും. ചില സമയത്ത് രാവിലെയും ചെയ്യാൻ പറ്റില്ല, രാത്രിയും ചെയ്യാൻ പറ്റില്ല, എന്തായാലും. അപ്പോൾ പറഞ്ഞു വന്നതെന്നാന്ന് വെച്ചാൽ നമ്മളിവിടെ നിന്ന് അങ്ങോട്ട് ഒരു 100 days ഓഫ് ഡെയിലി ലോഗ് ചെയ്യാനായിട്ടുള്ളൊരു പ്ലാൻ ഉണ്ട്. എത്രത്തോളം എന്നെക്കൊണ്ട് നടക്കുമെന്ന് എനിക്കറിയില്ല, കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും നമുക്ക് ട്രൈ ചെയ്യാം. ഞാൻ മാത്രം ട്രൈ ചെയ്തുകൊണ്ട് കാര്യമില്ല, നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. ഇനി ഞാൻ ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ സൺഡേ സ്പെഷ്യൽ വെജ് ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നോർമലി എല്ലാ സൺഡേയ്സും നമ്മൾ ബിരിയാണി വെക്കാറുണ്ട്. ഇപ്പോൾ ശബരിമലയ്ക്ക് പോകാൻ നോമ്പിലായതുകൊണ്ട് വെജ് ബിരിയാണിയാണ് വെക്കുന്നത്. രാവിലെ പിള്ളേരെ എണീപ്പിച്ച് ഒരുക്കി ഡാൻസിനൊക്കെ കൊണ്ടുവിടാമെന്ന് പറയുന്നത് തന്നെ ഒരു ചടങ്ങാണ് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ബിരിയാണി പരിപാടിയിലേക്ക് നിൽക്കുന്നത്. ഈ വീട്ടിൽ വെജ് മാത്രം ഉണ്ടാക്കാൻ പാടുള്ളൂ എന്നുള്ളൊരവസ്ഥയൊക്കെ വരുമ്പോൾ എനിക്ക് കുക്കിംഗ് ചെയ്യാൻ അത്ര വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. എനിക്കിപ്പോഴും നോൺ വെജുകളിൽ പരീക്ഷണങ്ങൾ ചെയ്യാറൊക്കെയാണ് ഇഷ്ടം. ഈ വെജ് നമ്മൾ എങ്ങനെ മാറ്റി മറിച്ചും വെച്ച് കഴിഞ്ഞാലും ഒരേ ടേസ്റ്റൊക്കെ തന്നെയല്ലേ, അല്ലേ? അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ല എന്ന് വിചാരിച്ചിട്ട് എനിക്ക് വെജ് കഴിക്കാൻ തീരെ താല്പര്യമില്ല എന്നൊന്നുമില്ല കേട്ടോ. എനിക്ക് വെജും നോൺ വെജും ഒരേപോലെ ഇഷ്ടമൊക്കെ തന്നെയാണ്. ഞാൻ എല്ലാ സാധനങ്ങളും കഴിക്കും. രാവിലെ ഒരു 10 മണിക്ക് ഡാൻസ് ക്ലാസ്സിനെ കൊണ്ടുവിട്ട് കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിൽ വന്ന് 1-2 പണികൾ എടുക്കുമ്പോഴേക്കും തിരിച്ചു പോയി ഡാൻസ് ക്ലാസ്സിന് എടുക്കാനുള്ള സമയമാവും കേട്ടോ. ഇന്നെന്തായാലും പോകുന്ന വഴിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനായിട്ടുണ്ടായിരുന്നു. ബിരിയാണിക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളും പിന്നെ അടുത്ത ദിവസത്തേക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനൊക്കെ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളും വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങി നമ്മൾ വീട്ടിലെത്തി. പിന്നെ ബിരിയാണി പാതി വഴിയിലിട്ടിട്ടാണ് ഈ പോയത്. സോ അതുകൊണ്ട് തന്നെ വേഗം തിരിച്ച് വന്ന് ബിരിയാണിക്കുള്ള അരിയൊക്കെ ഇട്ടു. പിന്നെ എനിക്ക് വെജ് ബിരിയാണി ഇങ്ങനെ പ്ലെയിനായിട്ട് കഴിക്കാൻ അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. എന്തെങ്കിലും ഇങ്ങനെ സൈഡായിട്ട് കഴിക്കാനൊക്കെ വേണം. അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയൊരു സലാഡ് പോലെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചു. പിന്നെ എപ്പോഴും ചെയ്യുന്നൊരു പരിപാടിയാണ് പപ്പടം കാച്ചുക എന്നുള്ളത്. അപ്പോൾ അതും കൂടി അതിനിടയിൽ കൂടെ ചെയ്തു. പിന്നെ പപ്പടം കാച്ചുന്ന ദിവസങ്ങളിൽ ഇതുപോലെ 2 പപ്പടം എടുത്ത് ആർത്തിയോടെ കഴിക്കുന്നതാണ് അതിൻ്റെ ഒരു ശരി. ദാ എന്ന് പറയുമ്പോഴേക്കും ബിരിയാണി റെഡിയായി. പക്ഷേ ഈ സാലാഡ് കൊണ്ടും പപ്പടം കൊണ്ടൊന്നും ഇന്നത്തെ കാര്യം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ കുറച്ചും കൂടി ഒരു ചൊടി ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ഫ്രിഡ്ജിലിരുന്ന പനീറും മഷ്റൂമും അങ്ങനെ എനിക്കിഷ്ടപ്പെട്ട സാധനങ്ങളെല്ലാം അങ്ങോട്ട് എടുത്ത് കിട്ടിയ സകലമാന പൊടികളും ആഡ് ചെയ്തിട്ട് ഞാനൊരു സംഭവം അങ്ങോട്ട് ഉണ്ടാക്കി. സംഭവം കൊള്ളായിരുന്നു കേട്ടോ, എല്ലാവരും കഴിച്ചു. ഉച്ചയ്ക്കത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ആദ്യം വിചാരിച്ച് കുറച്ച് നേരം സിനിമയൊക്കെ കണ്ടിരിക്കുകയാണ്. ഒരുപാട് മലയാളം മൂവീസൊക്കെ പുതിയതായിട്ട് വന്നിട്ടുണ്ടല്ലോ. പക്ഷെ ഞാനിതൊന്നും കണ്ടിട്ടില്ല കേട്ടോ. കാണണമെന്നൊക്കെ വിചാരിച്ചു, എന്തോ ഒരു മൂടുണ്ടായില്ല കാണാൻ. അപ്പം ഞാനും ചുണ്ടും കുറച്ച് നേരം പുറത്തോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് പെട്രോൾ അടിക്കണം. പെട്രോൾ അടിച്ച് കഴിഞ്ഞിട്ട് ഒരു ഐസ്ക്രീം കഴിക്കണം. പിന്നെ ബാക്കി പരിപാടികളൊക്കെ വരും പോലെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങി. ഈവനിങ് ആയ ഓൾമോസ്റ്റ് നമ്മൾ ഫ്രീ ആണ് കേട്ടോ ഇവിടെ. അപ്പോൾ എങ്ങോട്ടെങ്കിലൊക്കെ ഇങ്ങനെ പോകണം എന്ന് തോന്നും. പാർക്കിലോട്ടോ എന്തെങ്കിലും കഴിക്കാനോ വല്ല സിനിമയ്ക്കോ വല്ല ഷോപ്പിങ്ങിനോ അങ്ങനെയൊക്കെ പോകാൻ തോന്നും. പിന്നെ ചെന്നൈ മെയിൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഇപ്പോൾ ഫുഡ് കഴിക്കാനാണെങ്കിലും പാർക്കുകളാണെങ്കിലും നല്ല നല്ല തിയേറ്റേഴ്സ്, മോൾസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മാക്സിമം നമ്മൾ എല്ലായിടത്തേക്കും പോകാനൊക്കെ ആയിട്ട് ശ്രമിക്കാറുണ്ട്. ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് ബാസ്കിൻ റോബിൻസിലാണ് കേട്ടോ. ഒരു ഐസ്ക്രീം കഴിക്കാമെന്ന് വിചാരിച്ച് കയറിയതാണ്. എന്തായാലും അവൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മെനു ബുക്കൊക്കെ അവളുടെ കയ്യിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. കുഞ്ഞീത് മതി, കുഞ്ഞീത്. നീ ഓർഡർ ചെയ്യ്. ആ മെനു ബുക്കിലുള്ളതിൽ ഏറ്റവും കളർഫുള്ളായിട്ടുള്ള ഒന്നാണ് കേട്ടോ അവൾ സെലക്ട് ചെയ്ത്. ഒന്നല്ല 2 വേണമെന്ന് പറഞ്ഞിട്ടായിരുന്നു കരച്ചിൽ. എന്തായാലും 2 വാങ്ങി തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവളെ പറ്റിച്ചു. 1 വാങ്ങി കൊടുത്തുള്ളൂ. അതുപോലെ ഞാനും ഒരു ഐറ്റം ഓർഡർ ചെയ്തായിരുന്നു. കുറേ നാളുകളായിട്ട് ബ്രൗണി കഴിക്കണം എന്നൊരാഗ്രഹം. അപ്പോൾ ബ്രൗണി വിത്ത് എന്തോ ഒരു ഫഡ്ജ്, വാനില ഫഡ്ജ് എന്ന് തോന്നുന്നു. എന്താണെന്ന് എനിക്കിപ്പോൾ ഓർമ്മയില്ല കേട്ടോ. അതും ഞാൻ ഓർഡർ ചെയ്തതാണ്. ഇതാണ് സംഭവം എനിക്കാണ് ആദ്യം കിട്ടിയത്. അപ്പോൾ ഞാനും അവളും കൂടിയിട്ട് ആദ്യം അത് കഴിച്ച് തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ അവളെ ഓർഡർ ചെയ്ത സാധനം വന്നിട്ടോ. അത് ഭയങ്കര രസമായിരുന്നു കാണാനായിട്ടും. ഒരു മെർമെയ്ഡിൻ്റെ തീമിലുള്ള എന്തോ ഒരു സെറ്റപ്പായിരുന്നു. നല്ല കളർഫുള്ളായിരുന്നു കേട്ടോ. പർപ്പിളും പിങ്കും അവൾക്ക് ഇഷ്ടമുള്ള കളേഴ്സായിരുന്നു. അതിൽ ഈ മെർമെയ്ഡിൻ്റെ ടെയിലൊക്കെ ഇങ്ങനെ വെച്ചിട്ടുള്ള ഒരു സംഭവം. രണ്ടാമത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് യൂണിക്കോണിൻ്റെ ഒരു തീമിലുള്ളൊരു സംഭവമാണ്. അതെന്തായാലും ലേറ്റായിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവളെ പറ്റിച്ചു. ഞങ്ങളുടെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവളുടെ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അവൾ ആദ്യം എനിക്ക് ഇങ്ങനെ കോരിത്തരിയായിരുന്നു.
അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിച്ച് ഫുള്ളൊന്നും ഞങ്ങൾ കഴിച്ചില്ല കേട്ടോ, രണ്ടും കൂടി ലാസ്റ്റ് പാക്ക് ചെയ്തിട്ട് തിരിച്ചു പോന്നു. പിന്നെ ഞങ്ങൾ ആ വരുന്ന വഴിയിൽ കുറച്ച് സ്ട്രീറ്റിലൊക്കെ ഒന്ന് നടന്ന് കണ്ണിക്കണ്ട കടയിലൊക്കെ കയറി, ഒന്നും വാങ്ങിയൊന്നുമില്ല, കടകളിലൊക്കെ കയറി കുറേ സാധനങ്ങളൊക്കെ നോക്കി. കുറച്ച് ബേർഡ്സിനെയും പെറ്റ്സിനൊക്കെ കൊടുക്കുന്ന ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു, അവിടെ ഇടയ്ക്കിടയ്ക്ക് പോകാൻ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒന്നും വാങ്ങിയില്ലെങ്കിലും ഇങ്ങനെ കാണാനായിട്ട് നല്ല ഇഷ്ടമാണല്ലോ, പിള്ളേർക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടമല്ലോ. അപ്പോൾ ഞാനും അതിൻ്റെ കൂടെ അങ്ങനെ നടന്നു, അതൊക്കെ കണ്ട് ജോലിയായിട്ട് നടന്ന്. പട്ടു ഈ സമയത്ത് ട്യൂഷന് പോയിരിക്കുകയായിരുന്നു കേട്ടോ, അപ്പോൾ അതുകൊണ്ട് ഞാനും ഇവൾ മാത്രമേ ഉള്ളൂ. അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ അങ്ങനെ ടൈം കുറേ നേരമൊക്കെ സ്പെൻഡ് ചെയ്ത് ജോളിയായിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോന്നു. അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ബൈ.